ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ത്രിപിൾ ഐ മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം. എല്ലാവരും പോസിറ്റീവായി നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക. ഇതൊരു ജനറൽസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായി കണക്റ്റ് ആവുന്നത് മാത്രം എടുക്കുക, ബാക്കിയൊക്കെ വിട്ടേക്കുക. ഞാൻ ഇന്ന് നോക്കുന്നത് ഒരു ലവ് റീഡിംഗ് ആണ്. എപ്പോഴും ലവ് തന്നെയാണ് വരുന്നത്. ഇന്നൊരു സ്പെഷ്യൽ ലവ് റീഡിങ് കേട്ടോ. എപ്പോൾ എടുത്തു വന്നാൽ അത് ലവ് റീഡിങ് തന്നെ ആയി മാറില്ല എൻ്റെതല്ലേ. ഓക്കെ, എന്നാലും ഇന്നൊരു സ്പെഷ്യൽ ലവ് റീഡിങ്. Five of Cups, Strength, Star, Ace of Cups, King of Pentacles, Empress, Nine of Swords, Two of Cups, Nine of Cups, Page of Pentacles, Queen of Wands, Five of Swords, bottom, Eight of Wands. അപ്പം ഇവിടെ നിങ്ങൾ സെപ്പറേറ്റ് ലൈറ്റ് കാണുന്നുണ്ട്. ഭയങ്കര ഡീപ്പായിട്ട് വിഷമിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. അപ്പം നിങ്ങൾ എന്തൊക്കെയോ അടിപിടിയെല്ലാം കഴിഞ്ഞ് നിങ്ങൾ അത്രയും സങ്കടപ്പെട്ടിട്ട് രണ്ടുപേരും മാറി നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്താ ഇവിടെ ഫസ്റ്റ് തന്നെ ഫൈവ് ഓഫ് കപ്പുണ്ട്. അത്രയും ദുഃഖിച്ചിരിക്കുകയാണ്. തട്ടി വീണ കപ്പിൽ നോക്കിയിട്ട് ദുഃഖിക്കുകയാണ്. അതിൻ്റെ നേരെ താഴെ തന്നെ ഉറക്കം കിട്ടാതെ വിഷമിക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അടിപിടിയാണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അടിച്ച് പിരിഞ്ഞിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എന്താണ് നോക്കാം നമുക്ക്. എന്തിനാണ് അടിച്ച് പിരിഞ്ഞേ, എങ്ങനെയാണ് അടിച്ച് പിരിഞ്ഞേ എന്നൊക്കെ നോക്കാം. ഇപ്പം ഇവിടെ ഫൈവ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അത്രയും ഡീപ്പായിട്ട് ആരും വന്ന് ഡിസ്റ്റർബ് ചെയ്യാതെ കണ്ട് ദുഃഖിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആരെങ്കിലും വന്ന് വയ്യോ നീ ദുഃഖിക്കല്ല മോനെ അല്ലെ മോളെ എന്ന് പറയുമ്പം ആരും നമ്മളെ വിളിക്കാനേ വരണ്ടേ. നമുക്ക് കുറേ നേരം ദുഃഖിക്കണം, അതാണ് ഇഷ്ടം. അതാണ് ഇവിടെ കാണിക്കുന്നത്. എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, ഞാൻ കുറേ നേരം ദുഃഖിക്കട്ടെ എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഇവിടെ കാണുന്നത്. പിന്നെന്താ പറയണ്ടേ, എൻ്റെ ദുഃഖത്തിന് ആരും ഡിസ്റ്റർബ് ചെയ്യല്ലേ, എനിക്ക് ദുഃഖിക്കണം, മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞ് ദുഃഖിക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത്. അത്രയും എന്തോ നിങ്ങളെ ഡീപ്പായിട്ട് നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത്. അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ നഷ്ടപ്പെടുത്തി എൻ്റെ ഇത്രയും എൻ്റെ നെക്സ്റ്റ് കാർഡിൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്ന സ്ട്രെങ്ത്തും സ്റ്റാറും ഏസ് ഓഫ് കപ്പുമാണ്. അപ്പോൾ എന്താണ് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ, എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ സ്ട്രെങ്ത്തിന, എൻ്റെ സ്റ്റാറിന, എൻ്റെ ഏസ് ഓഫ് കപ്പിന, അത്രയും സ്നേഹനിധിയായ എൻ്റെ സ്റ്റാറിന്, എൻ്റെ ശക്തിയെ ഞാൻ നഷ്ടപ്പെടുത്തി. ഇത് മാത്രമല്ല, അവിടെ ഇതുകൊണ്ട് എന്താ, എൻ്റെ എംപറസിന, എൻ്റെ ടു ഓഫ് കപ്പിന ആണ് ഞാൻ നഷ്ടപ്പെടുത്തിയത്. അതാണ് ഈ ഇത്രയും ദുഃഖിക്കുന്നതിൻ്റെ കാരണം. അതാണ് കേട്ടോ. ഫുൾ തെറ്റും എൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഞാനൊന്ന് ദുഃഖിക്കട്ടെ, ആഴത്തിൽ ആഴ്ന്നിറങ്ങി ഞാൻ ദുഃഖിക്കട്ടെ, എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ എന്നാണ് പറയുന്നത് കേട്ടോ. ദുഃഖിച്ചോളൂ. അപ്പോൾ ഞാൻ നഷ്ടപ്പെടുത്തി, എൻ്റെ ഇത്രയും പ്രഷ്യസായ എൻ്റെ വ്യക്തിയെ ഞാൻ നഷ്ടപ്പെടുത്തി. എൻ്റെ എടുത്തുചാട്ടം കൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്തി. അപ്പം അങ്ങനെ ആഴ്ന്നിറങ്ങി ദുഃഖിക്കുന്ന ഒരു വ്യക്തിനെയാണ് ഫസ്റ്റ് കാർഡ് കിട്ടിയത്. അപ്പം തന്നെ ഇതിൻ്റെ മൊത്തം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതാണ് ദുഃഖത്തിൻ്റെ പ്രതീകമായിട്ട് അങ്ങനെ ദുഃഖിക്കുകയാണ്. ഒന്ന് ചത്ത് കിട്ടിയെങ്കിൽ അത്രയും നല്ലതെന്ന് വിചാരിക്കുന്നുണ്ട്. അത്രക്കും ദുഃഖിക്കാണ്.
അങ്ങനെ എടുത്തുചാട്ടം കൊണ്ട് എന്തോ നിങ്ങളെ വേദനിപ്പിച്ചു പോയിട്ടുണ്ട്. അതാണ് സംഭവം. തനിച്ച് നിൽക്കാനാണ് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത്. അത്രക്കും തനിച്ചിരുന്ന് ദുഃഖിക്കുകയാണ്. നിങ്ങളെ എന്തോ അത്രക്കും വേദനിപ്പിച്ചു പോയിട്ടുണ്ട്. അതിന്റെ ദുഃഖത്തിൽ ആഴ്ന്നു നിൽക്കുകയാണ്. നിങ്ങളിൽ നിന്നൊരു ചിരി കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു ചിരിയൊക്കെ കിട്ടിയാൽ മതി, ആ വ്യക്തി തിരിച്ചു വരും. നിങ്ങൾക്കൊരു വാല്യൂ തന്നില്ല, അതൊക്കെയാണ് ഇവിടെ. ഇത്രയും ഇമോഷണലി വീക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പം എന്താണ് ഈ ദുഃഖത്തിന്റെ കാരണം എന്ന് നോക്കാം നമുക്ക്. നിങ്ങളെ അത്രയും ഇത്രയും ദുഃഖിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്രക്കും വാല്യൂ ആണ് ആ വ്യക്തി തരുന്നത്. എടുത്തുചാട്ടം കൊണ്ട് ചെയ്തു പോയി, അതാണ് നിങ്ങളുടെ ഈ വ്യക്തി നിങ്ങളാ കാണുന്നത്. നിങ്ങളെ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളെ എങ്ങനെയാണ്, ആര് കണ്ടാലും അത്രയും അട്രാക്റ്റ് ആവുന്ന, വളരെ സ്നേഹനിധിയായ, നിങ്ങളുമായി ആര് നിങ്ങളെ കണ്ടു കഴിഞ്ഞാലും നിങ്ങളെ ഇഷ്ടപ്പെടും, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. മറ്റുള്ള എല്ലാ നിങ്ങൾക്ക് വരുന്ന മറ്റെല്ലാ സ്നേഹത്തിനെയും തട്ടി മാറ്റിയിട്ടാണ് എനിക്ക് സ്നേഹം തന്നതെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലേ? ആര് കണ്ടാലും എൻ്റെ വ്യക്തിനെ അട്രാക്റ്റ് ആവും. ആരും കൊതിക്കുന്ന, എന്താ ഇവിടെ എംബറസാണ്. എംബറസിന് ആരാ കൊതിക്കാത്ത? അങ്ങനത്തെ എംബറസിന് വരുന്ന എല്ലാ കപ്പ് ഓഫ് ലവും തട്ടി മാറ്റിയാണ് എനിക്ക് ആ ഫുൾ സ്നേഹവും തന്നത്. അതൊക്കെ ഇപ്പോൾ ഇവിടെ ഈ കുറ്റത്തിലിരുന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. അതൊക്കെയാണ് ചിന്തിക്കുന്നത്. അത്രയും നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഈ എംബറസിന്റെ കൂടെ കണക്ട് ആവാൻ കഴിഞ്ഞത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കില്ല. അപ്പം നിങ്ങളോടുള്ള ഒരുപാട് ഇത്രയും സ്നേഹം ഉണ്ടായിട്ട് അതൊക്കെ ഒളിപ്പിച്ചു വെക്കുകയോ ചെയ്തത്, അത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് തന്നത് എന്താ? വേദന. അതൊരു രസമായിരുന്നു. സ്നേഹം കൊടുക്കാതെ ഇങ്ങനെ സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് കൊടുക്കുന്നത് തികച്ചും എന്തൊക്കെയോ ഒരു പരിഹാസം പോലെയും അങ്ങനെ ഒന്നും തന്നിട്ടില്ല. വേദനിപ്പിച്ചതിന് ഒരുപാട് ഇവർ വേദനിക്കുകയാണ്. അത്രയും അതിനുശേഷം ആ വ്യക്തി ഒരുപാട് അനുഭവിച്ചതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുമായിട്ട് സെപ്പറേഷൻ ആയതിനു ശേഷം ഒരുപാട് നഷ്ടങ്ങളാണ്. അതാണ് ആ വ്യക്തിക്ക് തിരിച്ചടി കിട്ടിയത് കേട്ടോ. കരിയറിലെ നഷ്ടം, ലൈഫിലെല്ലാം തടസ്സങ്ങൾ മാത്രം, ഹെൽത്ത് ഇഷ്യൂ. അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഉള്ളപ്പോൾ മനസ്സിന് വളരെ സന്തോഷം, സ്നേഹം എല്ലാം കിട്ടിയിരുന്നു. അതിൻ്റെ കുറ്റബോധം എല്ലാം കൊണ്ടും ആ വ്യക്തി കരഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ആ വ്യക്തിയുടെ എല്ലാ വിഷമവും ഇല്ലാതാക്കാൻ നിങ്ങളുടെ ഒരു ചിരി മതി. അതാണ് ഇവിടെ കാണുന്നത്. അപ്പം ആ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുകയാണ്, എൻ്റെ എല്ലാ ശക്തിയും, എൻ്റെ എല്ലാ ഇതും അതിന് ആ വ്യക്തി കരഞ്ഞു പോവാണ്. ആ വ്യക്തിക്ക് യാത്രയെല്ലാം ചെയ്യുമ്പം കണ്ണ് നനയാതിരിക്കാൻ പറ്റുന്നില്ല, ഒരു പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഒരു ചിരി മതി. ആ വ്യക്തി ഒരുപാട് വിഷമത്തിൽ കയറി വരുമ്പോൾ നിങ്ങളുടെ ഒരു ചിരി മതി. ആ വ്യക്തി ഹീലാവുമായിരുന്നു എന്നാണ്. ആ വ്യക്തിക്ക് ഒരു പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല, കണ്ണ് നനഞ്ഞു പോകുന്നുണ്ട്. ആ വ്യക്തി പറയുന്നത് എൻ്റെതാണ്, മറ്റാരുടേതാകാനും പാടില്ല, എൻ്റേത് മാത്രമാണെന്നാണ് ആ വ്യക്തി വെറുതെ പറയാണ് കേട്ടോ. ആ വിഷമം കൊണ്ട് പറയാണ് ആ വ്യക്തി പറയാണ്, എൻ്റെ ജീവിതം മാറ്റിമറിച്ച വ്യക്തിയാണ്. ഇതൊക്കെ ഈ വിട്ടുപോയപ്പോഴാണ് മനസ്സിലാവുന്നത്. അടുത്തുള്ളപ്പം ഒന്നും മനസ്സിലാവുന്നില്ല. അതാണ്, അത് മനസ്സിലാക്കാനാണ് ഇങ്ങനെ നിങ്ങളെ മാറ്റി നിർത്തുന്നത് തന്നെ. എന്തിനാണ്? ഇതെല്ലാം ആണ് എന്നുള്ളത് ഒന്ന് റീവൈൻഡ് ചെയ്തൊന്ന് ഓർക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പം പ്രപഞ്ചത്തിന് ഇത്രയും കാട്ടിലെ സിംഹത്തിനെ പോലത്തെ വ്യക്തിനെയാണ് മരിക്കുന്നത്. അത്രയും പൊട്ടിത്തെറിക്കുന്ന എവിടെ പോയാലും പൊട്ടിത്തെറിച്ച് പ്രശ്നം ഉണ്ടാക്കും, അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അതിനാ കാട്ടിലെ സിംഹത്തിനെ മരിക്കുന്നത് പോലെ സ്നേഹം കൊണ്ട് മരിക്കിയ വ്യക്തിയാണ്. അപ്പം ഇപ്പോഴാണ് ആ വ്യക്തി
ലൈഫ് ലെസൺ തന്നെ പഠിച്ചു കഴിഞ്ഞു എന്നാണ് ആ വ്യക്തി പറയുന്നത്. ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. അത്രയും അവരുടെ ഒരു പൊട്ടിത്തെറി, എടുത്തുചാട്ടം, ഒരു കാട്ടിലെ സിംഹത്തിനെ മിരുക്കും പോലെ എന്നെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്ന് പഠിപ്പിച്ചു. അതാണ് എടുത്തുചാട്ടം കൊണ്ട് സംഭവിക്കുന്നത്. പിന്നെ പശ്ചാത്തപിച്ച് തീർക്കുന്നതാണ് ഇവിടെ കാണുന്നത്. എടുത്തുചാട്ടം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. നിങ്ങളെ അങ്ങനെ മിസ് ചെയ്ത് ആ വ്യക്തിക്ക് ഭ്രാന്താവുകയാണ്. ഓടി നിങ്ങളിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നതാണ് ആ വ്യക്തി. ഒന്ന് ഹഗ് ചെയ്യാൻ കൊതിക്കുകയാണ് ആ വ്യക്തി. അത്രയും നിങ്ങളെ ഓടി വരാനും നിങ്ങളെ ഒന്ന് ചേർത്ത് ഹഗ് ചെയ്യാനും എല്ലാം ആ വ്യക്തി. നമ്മളിങ്ങനെ എന്താ നമ്മളെ മക്കളെയാലും ഹഗ് ചെയ്യുമ്പോൾ ആ ഒരു എനർജി കിട്ടുമ്പോൾ നമ്മുടെ മക്കളെ 2 ദിവസം മാറി നിന്ന് വരുമ്പോൾ നമ്മളെ മക്കളെ ചേർത്ത് ഹഗ് ചെയ്യണം. നമ്മളെ മക്കൾക്കത് നമ്മളെ മിസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ ഒന്ന് ഈ വിഷമെല്ലാം പറഞ്ഞൊന്ന് നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിച്ച് ഹഗ് ചെയ്യണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അത്രയും ആ വ്യക്തിക്ക് ആ സ്നേഹത്തിൻ്റെ എത്രമാത്രം സ്നേഹമാണ് കിട്ടിയിരുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന്. യൂണിവേഴ്സ് പ്രപഞ്ചം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത്രയും ഒന്നും അങ്ങോട്ട് കൊടുത്തിട്ടില്ല, ഇങ്ങോട്ട് എന്തൊക്കെയാണ് തന്നത്, എന്തൊക്കെയാണ് കിട്ടിയത് എന്ന കണക്ക് പറഞ്ഞ് പ്രപഞ്ചം പറയിപ്പിക്കുകയാണ്. അപ്പോൾ ആ വ്യക്തി മെൻ്റൽ പോലെ പറയാണ് എനിക്ക് എന്തൊക്കെയാണ് കിട്ടിയിരുന്നത് എന്നുള്ളത്. പൊട്ടിത്തെറി കൊണ്ട് പോയെടുക്ക തേച്ചും പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തിയാണ്. അപ്പം സ്നേഹം കൊണ്ട് അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ എന്നെ ജീവിതം പഠിപ്പിച്ചൊരു വ്യക്തിയാണെന്ന് ആ വ്യക്തി ഏറ്റു പറയാം. ഇവിടെ ഒന്ന് ഹഗ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലുള്ള എല്ലാ വിഷമവും എനിക്ക് വിഷമം തേച്ച് ഇല്ലാതാവുമായിരുന്നു. ഒന്ന് ചേർത്തൊന്ന് ഹഗ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ആ വ്യക്തി ഇപ്പം ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് സ്റ്റാറാണ്. എൻ്റെ സ്റ്റാറാണ്. ഒരു സ്റ്റാറിനെ പോലത്തെ ആണ് എൻ്റെ വ്യക്തി. ആര് കണ്ടാലും മോഹിക്കും. അത്രയും സ്റ്റൈലാണ്, എല്ലാമാണ്, എല്ലാ തരത്തിലും ടോപ്പാണ്. പക്ഷെ ഞാൻ ഒരു വാല്യൂ കൊടുത്തില്ല, ഒരു സ്നേഹം കൊടുത്തില്ല, ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാനൊരു അഹങ്കാരത്തിൽ മതിമറന്നു പോയായിരുന്നു. എനിക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. ആ വാല്യൂ ഒന്നും എനിക്ക് ആ സമയത്ത് മനസ്സിലായില്ല. അതാണ് പറ്റിയത്. ഇത്രയും എനിക്കെല്ലാം തന്നുകൊണ്ടിരിക്കുക ചെയ്തത്. ഞാൻ എല്ലാം വാങ്ങിക്കൊണ്ടേയിരുന്നു, ഒന്നും കൊടുത്തില്ല. അതാണ് അത്രയും എൻ്റെ ഒരു ഭാഗ്യമായിരുന്നു എന്ന ആ വ്യക്തി. എൻ്റെ എവിടെ പോയാലും എനിക്ക് ലാഭമായിട്ടാണ്, എല്ലാം മെച്ചമായിട്ടാണ് കിട്ടിയിരുന്നത്. എൻ്റെ പ്രത്യാശയും എനിക്ക് മനസ്സിലുള്ള എല്ലാ ഹീലിങ്ങും സംഭവിച്ചത് എൻ്റെ വ്യക്തിയുടെ എനർജിയോട് കൂടിയാണെന്ന് ആ വ്യക്തി മനസ്സിലാക്കുകയാണ് കേട്ടോ. എൻ്റെ എല്ലാ പ്രത്യാശയും സമാധാനവും എൻ്റെ വ്യക്തി എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്കൊരു എന്തിനും ഒരു സമാധാനമായിട്ട് എനിക്കെല്ലാം പീസ്ഫുള്ളായിട്ട്, എന്ത് വലിയ കഠിനമായ കാര്യവും എനിക്കൊരു പീസ്ഫുള്ളായിട്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നെല്ലാം തിരിഞ്ഞ് ചിന്തിക്കാം. ഇപ്പം ഒരു ചെറിയ കാര്യം പോലും ഇപ്പം ചെയ്യാൻ കഴിയുന്നില്ല. അവിടെ പോയിട്ട് എല്ലാം പ്രശ്നമാക്കി വരും. അടി പിടി പോയെടുക്കുക, തേച്ചും ഒരു സാധനം ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ താഴെ വീഴും, പൊട്ടിക്കും. അതേപോലെ എല്ലാം പ്രശ്നം. എന്ത് പ്രശ്നത്തിനും താങ്ങായിരുന്നു എന്ന് ഇപ്പം മനസ്സിലാക്കുന്നു. സ്വപ്നതുല്യമായ ഒരു പങ്കാളിയായിരുന്നു എൻ്റെ. അങ്ങനത്തെ നല്ല ഒരു സമാധാനം, സന്തോഷവുമായിരുന്നു എന്നുള്ളതെല്ലാം ആ വ്യക്തി റീവൈൻഡ് ചെയ്ത് അപ്പം കഴിഞ്ഞ കാര്യങ്ങളെല്ലാം റീവൈൻഡ് ചെയ്ത് ഓർക്കുകയാണ്. ഞാൻ ഒരുപാട് വിഷമം, ഒരു നല്ല വാക്കുപോലും നല്ലതൊന്നും കൊടുത്തില്ല. ഇതൊക്കെയാണ് എൻ്റെ സ്റ്റാറായിരുന്നു. എൻ്റെ ഒരു സീറോ ആയിരുന്ന എന്നെ അത്രയും ഹീറോ ആക്കി മാറ്റിയിരുന്നു എന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അത്രയും ഇരുളടഞ്ഞ ജീവിതത്തിലെ ഒരു വെളിച്ചമായിട്ട് ഒരു സ്റ്റാറായി വന്ന വ്യക്തിയായിരുന്നു എന്നൊക്കെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത്. അടുത്തത് ഏസ് ഓഫ് കപ്പാണ്. അത്രയും എൻ്റെ സ്നേഹം യൂണിവേഴ്സ് തന്നെ അറിഞ്ഞു തന്ന എൻ്റെ സ്നേഹമാണ്. കണ്ടില്ലേ, ഈ കാണുന്ന ആ വൈറ്റ് യൂണിവേഴ്സാണ്. യൂണിവേഴ്സ് തന്നെയാണ് ഈ സ്നേഹം നിറച്ച് എനിക്ക് തന്നിരുന്നത് എന്നെല്ലാം ആ വ്യക്തിക്ക് ഇപ്പം മനസ്സിലാക്കുകയാണ്. അത്രയും ആ വ്യക്തിക്ക് ഇപ്പം നിങ്ങളോടുള്ള സ്നേഹം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല.
നിങ്ങൾ കൊടുത്ത ആ സ്നേഹത്തിൻ്റെ ഇരട്ടിയായിട്ട് ആ വ്യക്തിക്ക് നിങ്ങൾക്ക് തരണം. നിങ്ങളെ ഓടി വന്നൊന്ന് കെട്ടിപ്പിടിക്കാനും ആ വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓവർഫ്ലോയിങ് ആയിട്ട് തുളുമ്പി മറിയാണ് സ്നേഹം. അത്രയും നിങ്ങളെ ചെയ്തു പോയി. ആ വ്യക്തി രാത്രി ഉറങ്ങാൻ പറ്റണില്ല. ആ വ്യക്തി സ്നേഹത്തിൽ അങ്ങനെ നിങ്ങളെ സ്നേഹിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് ആ വ്യക്തി വരുന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഉള്ളപ്പം ആ വ്യക്തി കിങ് ഓഫ് പെൻഡിക്കലിലേക്ക് എത്തിയിരുന്നു. ഏറ്റവും താഴ്ചയിൽ നിന്ന് നിങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഉള്ളപ്പം ആ വ്യക്തി പെൻഡിക്കലിന്റെ കിങ്ങായി മാറിയിരുന്നു. അത്രയും പദവിയിലാണ് എത്തിയിരുന്നത്. എന്നിട്ടും നിങ്ങളെ മൂല്യം ആ വ്യക്തി മനസ്സിലാക്കിയില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളെ പിടിച്ച് അകറ്റുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ സ്നേഹവും നിങ്ങൾ കൊടുത്ത സ്നേഹത്തിൻ്റെ എന്താണ്? എൻ്റെ എംപ്രസ്സാണ്. എൻ്റെ എല്ലാവിധ സക്സസിൻ്റെയും എൻ്റെ ഐശ്വര്യത്തിൻ്റെയും എൻ്റെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. എൻ്റെ എംപ്രസ് ഉള്ളെടുക്കുക, എല്ലാം തൊട്ടതെല്ലാം പൊന്നാവുക. അത്രയും സമാധാനം, ഹീലിംഗ് സംഭവിക്കുന്നു. എൻ്റെ എല്ലാ സമാധാനത്തിനും സക്സസ്സിനും പിന്നിൽ എൻ്റെ അത്രയും നിങ്ങൾക്ക് ഇനിയിപ്പം ഒരു സ്റ്റേബിളായ ഒരു നല്ലൊരു നിങ്ങളെ കൂടെ നിന്ന് സ്നേഹിക്കാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളെ വന്ന് പൊക്കിക്കൊണ്ടുവരാനാണ് ആ വ്യക്തി വരുന്നത് കേട്ടോ. നിങ്ങളിനി എന്ത് പ്രശ്നം വന്ന് മാറി നിന്നാലും നിങ്ങളെ ആ വ്യക്തി പൊക്കി വരുമെന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ബോട്ടം കിട്ടിയിരിക്കുന്നത് 81 നിങ്ങളെ സ്നേഹത്തിൽ 1ഉം 2ഉം ഒന്നുമല്ല. നിങ്ങൾക്ക് സർപ്രൈസ് തന്നിട്ട് നിങ്ങളെ ഞെട്ടിക്കും. കാണുന്ന വരുന്ന ആ ശരങ്ങൾ പോലെയാണ് നിങ്ങൾക്ക് സക്സസ് നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്നത്. പല പല ഗുഡ് ന്യൂസും നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി അതിനു വേണ്ടി എല്ലാം പ്രയത്നിക്കുകയാണ്. ആ വ്യക്തിയുടെ അവസ്ഥ ഇതാണ്. 9 ഓഫ് സോഡ്. ഉറങ്ങാൻ പറ്റണില്ല. ഉറങ്ങുന്നതേ അല്ല, ഉറങ്ങാനേ പറ്റുന്നില്ല. ഉറങ്ങാൻ വിടുന്നില്ല യൂണിവേഴ്സ്. എണ്ണി കണക്ക് പറയിപ്പിക്കുകയാണ് യൂണിവേഴ്സ്. എന്തായിരുന്നു തന്നത്? എന്തെല്ലാം നീ അനുഭവിച്ചത്? നിന്റെ വ്യക്തിനെ ഞാനാണ് ഇട്ട് തന്നത്. നിനക്ക് ഇട്ട് തന്ന എംപ്രസിനാ ഞാനിട്ട് തന്നതാണ്. അപ്പം നീ എന്താ കണ്ണു പൂട്ടാൻ യൂണിവേഴ്സ് വിടുന്നില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. എന്താ? ഇതൊക്കെയാണ് അനുഭവിച്ചത്. ഇതിനെയാണ് തള്ളിപ്പറഞ്ഞത്. ആരെയാണ്? എന്താണ് നോക്കിയേ നിങ്ങൾ. സ്ട്രെങ്ത് അങ്ങനത്തെ പൊട്ടിത്തെറിയെല്ലാം ഉള്ളതിനാ അത്രയും സമാധാനവും പീസ്ഫുള്ളായി മാറ്റി. സ്റ്റാറാണ്. ആര് കണ്ടാലും മോഹിക്കുന്നൊരു വ്യക്തിയാണ്. മറ്റുള്ളവരെല്ലാം റിജക്റ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റാർ മൊത്ത സ്നേഹവും നിനക്ക് തന്നത്. ഇത്രയും സ്നേഹം ഏസ് ഓഫ് കപ്പിൻ്റെ വഴിഞ്ഞൊഴുകുന്ന സ്നേഹമാണ് നീ അനുഭവിച്ചത് നിന്റെ വ്യക്തിയിൽ നിന്ന്. ഇത്രയും അബണ്ടൻസിൽ എത്തിച്ചതും നിന്റെ വ്യക്തി കാരണമാണ്. ഇതൊക്കെ യൂണിവേഴ്സ് എണ്ണി പറയിപ്പിക്കുകയാണ്. ഈ എംപ്രസിനെയാണ് തള്ളി പറഞ്ഞത്. ഈ 2 ഓഫ് കപ്പിനെയാണ് നീ തള്ളി പറഞ്ഞത്. അപ്പം ആ വ്യക്തിനെ കണ്ണ് പൂട്ടാൻ യൂണിവേഴ്സ് വിടുന്നില്ല. കണ്ടില്ല? യൂണിവേഴ്സ് വിടുന്നില്ല കണ്ണ് പൂട്ടാൻ. ആ വ്യക്തിക്ക് ഉറങ്ങാൻ പറ്റണില്ല. കണ്ണ് പൂട്ടാൻ പറ്റുന്നില്ല. കണ്ണ് പൂട്ടുമ്പം നിങ്ങളുടെ ഓർമ്മകൾ വന്നിട്ട് ആ വ്യക്തി ഒരു പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല. കരച്ചിൽ, യാത്ര ചെയ്യാൻ പറ്റണില്ല. ആ വ്യക്തി പബ്ലിക്കിൽ കരഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. നിങ്ങളുടെ പേര് മന്ത്രിക്കുകയാണ്. നിങ്ങളുടെ രൂപമാണ് മൊത്തം. വേറെ ആരെങ്കിലും കാണുമ്പോൾ നിങ്ങളുടെ രൂപമാണ്. എന്നിട്ട് അവിടത്തേക്ക് ഓടിപ്പോവുക. അങ്ങനത്തെ മൈൻഡ് കൈവിട്ടുപോയൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അത്രയും ആ വ്യക്തി മെൻ്റലിൻ്റെ വക്കിലാണ് ഉള്ളതായിട്ട് കാണുന്നത്. 2 ഓഫ് കപ്പാണ്. എൻ്റെ അത്രയും ഡീപ്പ് സ്നേഹം തന്നൊരു വ്യക്തിയാണ്. ഒരുപോലെ അങ്ങോട്ടും കൊടുത്തില്ല സ്നേഹം. അതിൻ്റെ കുറ്റബോധമാണ്. ഞാൻ വേദന മാത്രം കൊടുത്തേ. എന്തൊക്കെയോ പറഞ്ഞ് ഇങ്ങനെ നിങ്ങളെ ഒരുമാതിരി സ്നേഹം കൊടുക്കുന്നതിന് പകരം ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് ഉള്ളിൽ ഒരുപാട് സ്നേഹമാണ് ആ വ്യക്തിക്ക്. പക്ഷേ ആ വ്യക്തി ഒന്നും തന്നില്ല. എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ വാങ്ങി ഇതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് വെച്ച് ആ വ്യക്തി നിന്ന്. അപ്പം അതിൻ്റെതാണ് ഇവിടെ കാണിക്കുന്നത്. 2 ഓഫ് കപ്പാണ്. അത്രയും സ്നേഹം യൂണിവേഴ്സ് തന്നെ കൂട്ടിച്ചേർത്ത ഇണകളാണ് നിങ്ങൾ. അപ്പം 9 ഓഫ് കപ്പ് പിന്നെ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഇപ്പം ലവ് റീഡിംഗ് ആയിട്ട് എടുത്ത കാർഡ് മൊത്തം ലവ് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. അതാണ് നമ്മൾ സ്പെഷ്യൽ ലവ് ആയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ കാർഡ് മൊത്തം നോക്കിയാൽ 9 ഓഫ് കപ്പ്. ആ വ്യക്തിക്ക് നിങ്ങളെ ഓർക്കുമ്പോൾ ഇപ്പം ഓർത്തോർത്ത് നിങ്ങളായിട്ട് നിങ്ങൾ വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്ത് ആ വ്യക്തിക്കൊരു ഈ മൈൻഡ് കൈവിട്ടു പോകുമ്പോൾ ആ വ്യക്തി നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത സ്നേഹവും കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് ആ വ്യക്തിക്ക് ഒരു സന്തോഷമൊക്കെ വരികയാണ്. അല്ലെങ്കിൽ മൈൻഡ് കൈവിട്ടു പോയാലും പ്രശ്നമല്ലേ. അപ്പോൾ കുറച്ച് ഹാപ്പിനെസ്സും കൊടുക്കണ്ടേ. അങ്ങനെ യൂണിവേഴ്സ് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ എല്ലാ ചിന്തകളും. ആ വ്യക്തി ഇപ്പം ഇങ്ങനെ പിടിച്ച് നടക്കുകയാണ്. നിങ്ങളെ കിട്ടണം. ഈ
നിങ്ങൾ തന്നതിൻ്റെ 10 മടങ്ങ് സ്നേഹം നിങ്ങൾക്ക് തന്ന് നിങ്ങളിനി എവിടെ മാറി നിന്നാലും നിങ്ങളെയും കൊണ്ട് ആ വ്യക്തി വരുമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അത്രക്കും ആ വ്യക്തി അതിനേക്ക് ഒരുങ്ങി നിൽക്കുകയാണ് നിങ്ങളെ നേടി വരാൻ വേണ്ടിയിട്ട്. ആ വ്യക്തി നിങ്ങളെ നേടി തന്നെ വരും. ആ വ്യക്തി അത്രയും അതിനുള്ള പവറോടുകൂടെ ആ വ്യക്തിനെ ഇങ്ങനെയെല്ലാം ആക്കിയത് ഈ തേർഡ് പാർട്ടിയാണ് കേട്ടോ. തേർഡ് പാർട്ടിയാണ് ആ വ്യക്തിനെ ഇതിലേക്കെല്ലാം എത്തിച്ചത്. തേർഡ് പാർട്ടീനെ എതിർക്കാനുള്ള പവർ ഇപ്പം ആ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. ആ വ്യക്തി അന്നേരം ഇതേപോലെയാണ് നിങ്ങളെ ഒരു കൊലച്ചിരിയെല്ലാം ചിരിച്ചിട്ട് ഒരുമാതിരി എന്താ സ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ തേർഡ് പാർട്ടീനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് പെരുമാറിയിരുന്നത് നിങ്ങളോട്. നിങ്ങളെല്ലാം കുറ്റം പറയുക, നല്ല വാക്ക് പറയില്ല, അങ്ങനെ നിങ്ങൾക്കെല്ലാം ഇറിറ്റേഷൻ തരിക, തേർഡ് പാർട്ടീനെ സന്തോഷിപ്പിക്കുക, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇനി നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ഒരു പെരുമഴ തന്നെയാണ് ആ വ്യക്തി നിങ്ങൾക്ക് തരാൻ പോകുന്നത്. തേർഡ് പാർട്ടീൻ്റെ മുന്നിൽ വെച്ച് തന്നെ യൂണിവേഴ്സ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മയോ അല്ലെ കുടുംബത്തിലുള്ള ആരെങ്കോ അങ്ങനെ ആയിരിക്കാം. ഓരോരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എടുക്കുക. എന്ത് തേർഡ് പാർട്ടി ആവാന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളെ തേർഡ് പാർട്ടീൻ്റെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളെ ഇത്രയും ഒന്നിനു പുറകെ ഒന്ന് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സന്തോഷം കൊണ്ട് മൂടാനാണ് പോകുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്നും ഒരു കാർഡ് എടുക്കാം. ലവേഴ്സാണ് കിട്ടിയത്. അപ്പം ഇതാണ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. ഇതായി മുടികൾ തമ്മിൽ ഒരു കാന്തിക ഇത് ഒരു ആകർഷണം കണ്ടില്ലേ, അതുപോലെയാണ് മുടികൾ തമ്മിൽ അതുപോലത്തെ ആകർഷണമാണ് നിങ്ങൾ തമ്മിൽ. അത്രയും നിങ്ങൾക്ക് ആ വ്യക്തിക്ക് ഇപ്പം മെൻ്റൽ അളിയ പോലെയുള്ള നിങ്ങളെ ആ എനർജി കിട്ടി നിങ്ങളെ ഒന്ന് ഹഗ് ചെയ്യണം ആ വ്യക്തിക്ക്. അതിനെ ഇവിടെ കാണുന്നത് കേട്ടോ. നിങ്ങൾ വന്നൊന്ന് ഹഗ് ചെയ്യണം, എന്നാലേ ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരു എനർജി കിട്ടുള്ളൂ. ഇതേപോലെ ആ വ്യക്തി പിടിച്ചേക്കാണ്. ആ വ്യക്തിക്ക് ഇനി എൻ്റെ ഇത്രയും ഒരു പ്രഷ്യസ് ആയിട്ടാണ് ആ വ്യക്തി നിങ്ങളെ കാണുന്നത്. ഇപ്പം യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ്. ഇത്രയും പ്രഷ്യസ് ആയ ഒരു വ്യക്തിയെ വേദനിപ്പിച്ചാൽ നേരിട്ട് യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻ്റ് ആണ് ഈ കാണിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ, കാലചക്രം നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഉള്ള ജഡ്ജ്മെൻ്റാണ് വരുന്നത്. യൂണിവേഴ്സിൻ്റെ ടൈമിങ്ങിൽ നിങ്ങളെ ഒന്നിപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. 6 ഓഫ് സോർഡ്, മറ്റുള്ള എല്ലാറ്റിനെയും കടക്ക് പുറത്ത് എന്ന് പറയാൻ ആ വ്യക്തിക്ക് ഗഡ്സ് വന്നു കേട്ടോ. ഇനി ഏത് തേർഡ് പാർട്ടികൾ വന്നിട്ടും നിങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും നെഗറ്റീവ് പറയാൻ പോകുമ്പം കടക്ക് പുറത്ത് എന്ന് ഗഡ്സോടുകൂടി ആ വ്യക്തിക്ക് പറയാനുള്ള ഗഡ്സ് യൂണിവേഴ്സ് കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു. അതാണ് ഇവിടെ കാണുന്നത്. ഇനി ആ വ്യക്തി ആര് പറയുന്നതും കേൾക്കൂല. ഒരു ശക്തിക്കും ഇനി ആ വ്യക്തിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. ആ വ്യക്തി അത്രക്കും നിങ്ങളുടെ വാല്യൂ മനസ്സിലായിട്ടാണ് ആ വ്യക്തി വരുന്നത് കേട്ടോ. ടെമ്പറസ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും ബാലൻസ് ചെയ്ത് പോകാനും ആ വ്യക്തിക്ക് ഇപ്പം മനസ്സിലായി. എങ്ങനെ വേണമെങ്കിലും ടെന്നോസോഡ് അത്രയും ഡീപ്ലി ആ വ്യക്തി വേദനയിലേക്കൂടെയാണ് കടന്നുപോയത്. ഉറക്കില്ലായ്മയും ടെന്നോസോഡ് ഇതെല്ലാം ആ വ്യക്തി അനുഭവിച്ചതാണ് കേട്ടോ. ആ വ്യക്തി അത്രയും ഡീപ്പായിട്ട് ആ വ്യക്തി അനുഭവിച്ചു. ഇനി സണ്ണിനെ പോലെയാണ് ആ വ്യക്തി ഉദിച്ച് പ്രകാശത്തിലേക്ക് അത്രയും സക്സസ് ആയ ഒരു ലൈഫിലേക്ക് കൊണ്ട് ആ വ്യക്തി വരുന്നതായിട്ടാണ് കാണുന്നത്. സമയം കുറേ നോക്കട്ടെ. സ്വർണം സ്വർണ്ണമാണ്. യെസ് ആണ് കേട്ടോ. 3 ഓഫ് വൺസ് ആണ്. യെസ് ആണ്. നമുക്കിന്ന് ഏത് ഗോഡിൻ്റെ ബ്ലെസ്സിങ് ആണെന്ന് നോക്കിയാലോ. ഏത് ഗോഡിൻ്റെ ബ്ലെസ്സിങ് ആണ് നമുക്കിന്ന്? ഏത് ഗോഡിൻ്റെ ബ്ലെസ്സിങ് ആണ്?
വിഘ്നേശ്വരനാണ്. വിഘ്നേശ്വരൻ പറയുന്നു, അത്രയും പ്രഷ്യസായ ഒരു വ്യക്തിയെ ഞാൻ തന്നിട്ട് അതിനെ ഇത്രയും ഹാർട്ട് ബ്രേക്കിൽ വരുത്തിച്ചതിന് വിഘ്നേശ്വരൻ തന്നെയാണ് ഇങ്ങനത്തെ പണി എടുത്തതെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും പണി തന്നത്, അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും ഒരേ 2 ഓഫ് കപ്പ് പോലെ ലവേഴ്സ് പോലെ ജീവിക്കാനാണ് വിഘ്നേശ്വരൻ പറയുന്നത് കേട്ടോ. ഇനിയുള്ള വിഘ്നങ്ങളെല്ലാം വിഘ്നേശ്വരൻ നോക്കിക്കോളും എന്നാ പറയുന്നത് കേട്ടോ. എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയാലോ. ഐ വാണ്ട് ടു ഫീൽ ദാറ്റ് വേ അഗെയിൻ. എനിക്ക് നിന്നെ വീണ്ടും അനുഭവിക്കണം. ഐ ആം സോ അട്രാക്ട് ടു യു. നമ്മൾ ഒരുപാട് അടുത്തു പോയി. യു ആർ എവരിതിങ് ടു മീ. നീയാണ് എൻ്റെ എല്ലാം, നീയാണെന്ന്. യു ആർ പെട്ടി, എൻ്റെ ബ്യൂട്ടി, എൻ്റെ സുന്ദരി എന്നാണ് പറയുന്നത് കേട്ടോ. ലവ് സ്പീക്ക് വിത്തൗട്ട് വേർഡ്സ്. ലവ് വാക്കിനും അപ്പുറമാണ്, സ്നേഹം വാക്കുകൾക്കും അപ്പുറമാണ്. ഐ വിൽ വെയിറ്റ് ഫോർ എ സിംഗ് ഫ്രം യു. ഒരു അടയാളത്തിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്ന്. യു ആർ ദി മോസ്റ്റ് ഹാൻസം. നീ എൻ്റെ സുന്ദരനാണെന്ന് പറയുന്നത്, നീ എൻ്റെ സുന്ദരിയാണെന്ന് പറയുന്നത്, രണ്ടുപേരും മാറി മാറി പറയുന്നുണ്ട്. രണ്ടുപേരും ഒന്നായ പിന്നെ ഐ ആം ബിക്കമിങ് എ ബെറ്റർ പേഴ്സൺ. ഞാനൊരു മെച്ചപ്പെട്ട വ്യക്തിയായി മാറുകയാണ്. സോ മെനി തിങ് റിമൈൻഡ് മീ ഓഫ് യു. ഒരുപാട് കാര്യങ്ങൾ നിന്നെ ഓർമ്മിപ്പിക്കുന്നു. ഐ ആം അഫ്രേഡ് ടു ലൂസ് യു. നിന്നെ നഷ്ടമാകുമോ എന്ന് എനിക്ക് പേടിയാവുന്നു. ഐ ആം ഒബ്സസ്ഡ് വിത്ത് യു. എനിക്ക് നിന്നോടൊരു ഭ്രമമാണ്. ലവ് മേക്സ് ലൈഫ് ബ്യൂട്ടിഫുൾ. സ്നേഹം ജീവിതത്തെ മനോഹരമാക്കുന്നു. പെയിൻഫുൾ മെമ്മറി. ദിസ് ലവ് ഈസ് ക്രൈസ്റ്റ്. സ്നേഹം ഭ്രാന്താണെന്ന്. കുറച്ച് ക്ലോസ് എടുക്കട്ടെ. ആർട്ടിസ്റ്റ്, ഷോർട്ട് ഹെയർ, ചെന്നൈ, 1988. ഓ കോട്ടയം, ബ്ലൂ കളർ, ചതയം ഗൾഫ്, ഐ കൊല്ലം, ഒക്ടോബർ, പൂരം, ട്രെയിനർ, ബ്രേക്കർ, ഈഗോ, ഉത്രട്ടാതി, ട്വിൻ ഫ്ലെയിം, പൂയം, മാർച്ച്, ഈ പുണർദം, ഫെബ്രുവരി, മകം, സെപ്റ്റംബർ, വൈറ്റ് ഷർട്ട്, ലിപ്പ്, എം കൈൻഡ്നസ്, 4 ഇയർ, റെഡ് സാരി, ഷാർജ, 1977, വിശാഖം, കെ, ടൂറിസ്റ്റ്, 50 ഡേ, ജൂലൈ, രോഹിണി. കുക്കിംഗ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ കേട്ടോ. താങ്ക് യു.